3A = 4B, 5B = 6C ആയാൽ A:B:C വില കാണുക. 3A = 4B ഇതൊരു സമവാക്യമാണ്. 3A = 4B ഒരു സമവാക്യമാണ്. ഇതിൽ എയും ബിയും സമത്തിൻ്റെ ഇരുവശങ്ങളിലാണ്. എയും ബിയും സമത്തിൻ്റെ ഇരുവശങ്ങളിലാണ്. അത് രണ്ടും ഒരു വശത്തേക്ക് എഴുതണം. ഈ എയും ബിയും സമത്തിൻ്റെ ഒരു വശത്തേക്ക് എഴുതണം. അപ്പോൾ ഇവിടെ എ എന്ന് എഴുതുക. നമ്മൾ എ എന്നെഴുതി. സമത്തിൻ്റെ മറുഭാഗത്തുള്ള ഇൻറ്റു ബി, സമത്തിൻ്റെ മറുഭാഗത്തുള്ള ഇൻറ്റു ബി ഇടത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇൻറ്റു ബി ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ബി എന്നാവും. അപ്പോൾ ഇവിടെ A/B എന്നായി. സമത്തിൻ്റെ വലതുവശത്ത് ബി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ബി ഇങ്ങോട്ട് വന്നാൽ പിന്നെ 4 ഉള്ളത്. 4. ഇവിടെ എയുടെ കൂടെ ഇൻറ്റു 3 ഉണ്ട്. എയുടെ കൂടെ ഇൻറ്റു 3, ആ ഇൻറ്റു 3 വലത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ബൈ 3 എന്നാവും. അപ്പോൾ A/B 4/3. അതിൽ നിന്ന് നമുക്ക് A:B എന്താ എഴുതുക? 4:3. ഇതുപോലെ നമുക്കിത് എഴുതാം. എന്താ എഴുതുക? B/C = 6/5. അപ്പോൾ B:C = 6:5. നമുക്ക് A:B കിട്ടി, B:C കിട്ടി. A:B:C കാണണം. ആദ്യം A:B മോളിൽ എഴുതുക. A:B. അതിൻ്റെ താഴെ B:C എഴുതുക. A:B താഴെ B:C എഴുതുമ്പോൾ ബിയുടെ താഴെ ബി എഴുതണം. A:B മോളിൽ എഴുതി B:C ഈ രീതിയിൽ വേണം എഴുതാൻ. ബിയുടെ താഴെ ബി വരുന്ന രീതിയിൽ. ഇതുപോലെ നമുക്ക് A:B വില കൊടുക്കുക. A:B എത്ര? 4:3. അതിൻ്റെ താഴെ 6:5 എഴുതുമ്പോൾ ഇവിടെ എഴുതിയ പോലെ എഴുതണം. 6:5. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നോക്കുമ്പോൾ ഈ വരിയിൽ ഇവിടെ ഈ 5ൻ്റെ മുകളിൽ ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. ഈ വരിയിൽ മുകളിലത്തെ വരിയിൽ 5ൻ്റെ മുകളിൽ നമ്പറില്ല, 5ൻ്റെ മുകളിൽ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈസ്റ്റു ഇട്ടിട്ട് ഈ 3 തന്നെ അങ്ങോട്ട് എഴുതുക. ഈ 3 തന്നെ അങ്ങോട്ട് എഴുതുക. ഇപ്പോൾ ഇവിടെ 4:3:3 ആയി. ഇതുപോലെ നമുക്ക് അടിയിലത്തെ വരി നോക്കുക. അടിയിലത്തെ വരിയിൽ ഇവിടെ 6ഉം 5ഉം ഉണ്ട്. ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ് 4ൻ്റെ താഴത്ത്. 4 താഴെ ഈ വരിയിൽ 4 താഴെ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ 3 അങ്ങോട്ട് എഴുതിയ പോലെ ഈ 6 ഇപ്പുറത്തേക്ക് എഴുതുക. ഈസ്റ്റു ഇട്ടിട്ട് 6. ഇനി ഇത് ഓരോ വരികൾ ഗുണിക്കുക. 4 × 6 24 6 × 3 18 3 × 5 15. ഇതിൽ ഒരേ സംഖ്യ കൊണ്ട് വെട്ടിച്ചുരുക്കാൻ വെട്ടിച്ചുരുക്കാം. 3 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 8 3 24, 6 3 18, 5 3 15. ഉത്തരം 8:6:5.